രണ്ടാമത്തെ ചിലവർ ചിന്തിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിക്കർ വർക്ക് മാത്രമല്ലോ കുറേ വർഷങ്ങളായിട്ട് റബ്ബർ ബാൻഡൊക്കെ വലിക്കില്ലേ അമ്മ അതിലൊരു ഫീലാണ് ശരിക്കും തരുന്നത്. ഒരു മസാജിങ് മാത്രം ഈ ഒരു വണ്ടിക്ക് വന്നിട്ടില്ല. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ 10 പേർക്ക് 10 ഇയർപോഡുകൾ നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. ഗിവ് അവേയിലേക്ക് കിടക്കാനായിട്ട് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ഷോപ്പ് പരിചയപ്പെടുത്തി തരാം. ആ ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് ഇത് എന്ന് പറയുന്നത്. അവരുടെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടി സ്റ്റോർ എന്നാണ് ഈ ഒരു ടീമിന്റെ പേര് എന്ന് പറയുന്നത്. നമ്മുടെ കാലിക്കറ്റ് ബേസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. ഷോപ്പ് മാത്രമല്ല ഓൺലൈനായിട്ടും ഇവർക്ക് സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ചെയ്യണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഒറിജിനലിന്റെ ഫോട്ടോസ്റ്റാറ്റിക് കോപ്പി അത്തരത്തിലുള്ള ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സുകളാണ് ഇവർ ഷോപ്പ് വഴിയും ഓൺലൈനിലൊക്കെ ആയിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഗിവ് അവേ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഈ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കാണാം. ആ ഒരു ഐഡിയിൽ അവരെ ഫോളോ ചെയ്യുക, അന്യം ഫോളോ ചെയ്തിരിക്കണം. നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വേണം. അതിനുശേഷം അവർ ഗിവ് അവേന്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിന്റെ താഴെ പോയിട്ട് ജസ്റ്റ് കമന്റ് ചെയ്യുക, അതായത് എന്തെങ്കിലുമൊക്കെ ഒരു കമന്റ് ഇട്ടാൽ മതി. 10 തെരഞ്ഞെടുക്കുന്ന 10 പേർക്ക് 10 ഇയർപോഡാണ് അവർ ഗിവ് അവേ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എനിക്ക് അയച്ചു തന്ന സാമ്പിൾസ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അവർ ഇയർപോഡുകൾ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ വാച്ചുകൾ ചെയ്യുന്നുണ്ട്, ഷൂകൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ തൊപ്പി, അതേപോലെ തന്നെ നമ്മുടെ പേഴ്സ്, അത്തരത്തിലുള്ള എല്ലാവിധ സംഭവങ്ങളും പുറത്തുനിന്ന് ഒരു നോർത്ത് സൈഡിൽ നിന്നുള്ള ആ ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജ് ഒക്കെ സന്ദർശിച്ചിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകും. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഹോണ്ടേറ ഫാമിലിയിൽ ഇറങ്ങിയിട്ടുള്ള ഹൈനസ് CB350 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബൈക്ക് ഞാൻ ഇത്ര നേരം ടെസ്റ്റ് ഡ്രൈവ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു രക്ഷയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അതിലൊരു റിഫൈൻമെന്റ് ആണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാം. അപ്പൊ എന്തായാലും വലിച്ചു കിട്ടുന്നില്ല, ഡയറക്റ്റ് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിസൈനിൽ നിന്ന് സംസാരിച്ച് തുടങ്ങാം. ഒരൊറ്റ നോട്ടത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പക്ക ഒരു റെട്രോ ലുക്കിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്ലാസിക്കൽ ലുക്കിലുള്ള ഒരു ബൈക്ക് തന്നെയാണ് നമ്മുടെ ഹൈനസ് CB350 എന്ന് പറയുന്നത്. ഇതിൻ്റെ ആ ഒരു ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ CB750 അതേപോലെ തന്നെ CB1100 ആ ഒരു മോഡൽസിൽ നിന്ന് ശരിക്കും ഇൻസ്പയർ ആയിട്ട് എടുത്തിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. എന്നുവെച്ചാൽ എനിക്ക് നമ്മുടെ ട്രയംഫിൻ്റെ ബോണവെൽ T100 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലായിട്ട് ചെറിയൊരു സമയമൊക്കെ ഈ ഒരു വണ്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ ഒരു ബാക്കിലത്തെ ആ മഡ് ഗാർഡിൻ്റെ ആ ഒരു ഏരിയ കണ്ടിട്ടായിരിക്കണം. ഏറെക്കുറെ ഈ ഒരു വണ്ടിയുടെ ടൈൽ ലാമ്പും കാര്യങ്ങളൊക്കെ ആ ഒരു വണ്ടിയുടെ ടൈൽ ലാമ്പിന് സമയമായിട്ടാണ് ശരിക്കും ഇരിക്കുന്നത്. ഒരു റെട്രോ ക്ലാസിക്കൽ ലുക്കിലുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള LED ഹെഡ്ലാമ്പാണ് ഇതിൽ വന്നിട്ടുള്ളത്. നമ്മുടെ CB300 നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ഹെഡ്ലൈറ്റ്. ഇതിൽ നമുക്ക് ഡിമ്മിനും ബ്രൈറ്റിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് സെക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. DR പോലെ തോന്നിക്കുന്ന 2 ഭാഗങ്ങളുണ്ട്. വേറെ DRs അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഹെഡ്ലൈറ്റിന്റെ ആ ഒരു ഭാഗത്ത് കണ്ടില്ല. പിന്നെ സൈഡിലൊക്കെ ക്രോം ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. സസ്പെൻഷന്റെ ഈ ഒരു ഭാഗങ്ങളിലായിട്ടാണ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുള്ളത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഹെഡ്ലൈറ്റിൽ കൊടുക്കാൻ പറഞ്ഞ DR-ലായിരിക്കും. ഇതിനുള്ളിൽ ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് നേരം കത്തി കൊടുക്കും, ബാക്കിലില്ല ഫ്രണ്ടിൽ മാത്രം. നേരെ താഴേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മഡ് ഗാർഡ് കാണാം. ക്രോം ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു മെറ്റലാണ് കേട്ടോ ഈ ഒരു മഡ് ഗാർഡ് എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂലക്സ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള എഡീഷനാണ്. ഇതിൻ്റെ താഴെ ഡ്യൂലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു എഡീഷനും കൂടെ വന്നിട്ടുണ്ട്. ആ ഒരു മോഡലിൽ സിംഗിൾ കളറായിരിക്കും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡുവൽ ടോൺ കളറാണ് കേട്ടോ. ഏകദേശം 6000 രൂപയുടെ ഡിഫറൻസ് ആണ് ഈ 2 മോഡൽസും തമ്മിൽ വരുന്നത്. ഇവിടെ കുറച്ച് പീസും കാര്യങ്ങളൊക്കെ കട്ടിംഗ് ഒക്കെ കാണാം നിങ്ങൾക്ക്. പിന്നെ ഹോണ്ടയുടെ ബാഡ്ജിങ് ഇവിടെ വന്നിട്ടുണ്ട്. അതൊരു സ്റ്റാൻഡേർഡ് ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ആ ഭാഗങ്ങളിലൊന്നും എനിക്ക് ഡിസൈനിൻ്റെ കാര്യത്തിൽ വേറെ നെഗറ്റീവ്സും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. അവിടെ നിന്ന് നേരെ താഴേക്ക് വരുമ്പോൾ നമുക്ക് എഞ്ചിൻ്റെ ആ ഒരു വശം കാണാം. ബുള്ളറ്റായിട്ട് ഞാൻ കമ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ട്രയംഫിൻ്റെ നേരത്തെ പറഞ്ഞ ഒരു മോഡലായിട്ട് തന്നെ കമ്പയർ ചെയ്യാം. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു ക്രോം കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയകളിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയും നമുക്ക് ഹോണ്ടയുടെ ചെറിയൊരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. പക്ക ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ. ഹോണ്ടയുടെ എല്ലാ വണ്ടികളും പോലെ തന്നെ ഇതും ആ ഒരു തരത്തിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെയും ആ ഒരു ഗ്ലോസി ബ്ലാക്ക് തന്നെയാണ്. ഇതിങ്ങനെ പൊട്ടിപ്പോണ പോലത്തെ അവസ്ഥ അല്ലെങ്കിൽ ഇപ്പോൾ കളറും അങ്ങനെ ഒരു അവസ്ഥ ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ അവിടെ നിന്ന് താഴേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഫുഡ് റെസ്റ്റ് കാണാം. ബ്രേക്കിന്റെ പെഡലൊക്കെ അത്യാവശ്യം നല്ല നീളം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബാക്കിലത്തെ ആ ഒരു ഫുഡ് പാക്കിന്റെ ആ ഒരു സെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ മെറ്റലാണ് ശരിക്കും. പിന്നെ സൈലൻസർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആ ഒരു ഭാഗം ഫുള്ള് ക്രോം ഫിനിഷിലാണ് കേട്ടോ. അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടം വരെ ആ ഒരു ക്രോം കളറും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ആയിട്ടാണ് കാറ്റലറ്റിക് കൺവെർട്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഒന്നും കൂടെ ബാക്കിലേക്ക് ഇറങ്ങി കഴിയുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു മെറ്റൽ ഭാഗം കാണാം. അവിടെയും ഹൈനസ് 350 CB350 എന്നുള്ള ഒരു ലോഗോ കാണാം. ഇത്രയും സിമ്പിളായിട്ടുള്ള കുറച്ച് ഗ്രാഫിക്സും സ്റ്റിക്കർ വർക്ക് എന്ന് പറയാൻ പറ്റില്ല, ലോഗോസും കാര്യങ്ങളും മാത്രമാണ് ഈ ഒരു വണ്ടിയിൽ ആ ഒരു തരത്തിൽ വന്നിട്ടുള്ളത്. അവിടെ നിന്നും ബാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ടയറൊക്കെ ഒരുപാട് അടിയിലേക്ക് പോയിട്ടുള്ള പോലെ തോന്നുന്ന തരത്തിൽ ഇത്തിരി കൂടെ പൊങ്ങിയിട്ടാണ് ഇതിൻ്റെ മഡ് ഗാർഡിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ. ഇതും ഫുള്ളായിട്ട് മെറ്റൽ ഫിനിഷാണ് വന്നിട്ടുള്ളത്. ക്രോം ഫിനിഷും കൂടിയാണ്.
നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ട്രയംഫിൻ്റെ മോഡലിൽ കണ്ടിട്ടുള്ള ആ ഒരു തരത്തിലുള്ള ടെയിൽ ലാമ്പും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ആ ഒരു ക്ലാസിക് ലുക്ക് കൊടുക്കണതിൽ നല്ല തരത്തിലുള്ള ഒരു പങ്ക് ഈ ഒരു ടെയിൽ ലാമ്പും വഹിക്കുന്നുണ്ടെന്ന് പറയാം. അതിൻ്റെ അപ്പുറത്ത് പ്രത്യേകിച്ച് 2 ഇൻഡിക്കേറ്റേഴ്സ് കാണാം. പിന്നെ ഈ ഒരു ഏരിയയിലായിട്ടായിരിക്കും നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ ബാക്കി എന്നുള്ളൊരു ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ നന്നായിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടയർ സൈസിനോട് മാച്ച് ആവണ തരത്തിലാണ് ശരിക്കും മഡ്ഗാർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ചില വണ്ടികളിൽ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓവർ മഡ്ഗാർഡിന് വലിപ്പം വരും, അല്ലെങ്കിൽ ഇപ്പോൾ ടയറിന് ഓവറായിട്ട് സൈസ് കുറവും വരും. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു വണ്ടിയുടെ ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഫീൽ ചെയ്യണില്ല. പ്ലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മെറ്റൽ ഫിനിഷിംഗ് ആണ്. അവിടെ നിന്ന് സൈഡുകളിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സാരി ഗാർഡ് കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് അവിടെ ഒരു സ്റ്റേ ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഹെൽമെറ്റൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ ചെറിയൊരു ലോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നേരെ ഈ ഒരു സാരി ഗാർഡ് കണക്ഷൻ പോയിരിക്കുന്നത് ഇപ്പുറത്തെ സൈഡിലത്തെ ഫുഡ് റെസ്റ്റിൻ്റെ ആ ഒരു സെറ്റിലേക്കാണ്. എഞ്ചിൻ്റെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പുറത്തെ സൈഡിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വേറെ മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. കേസും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ സെയിം തന്നെയാണ്. അപ്പുറത്തെ കണ്ട ആ ഒരു ക്രോം ഫിനിഷോട് കൂടിയിട്ടുള്ള ഭാഗത്തിനെ പോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇപ്പുറത്തും ഒരു ക്രോം ഫിനിഷിങ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ മൊത്തത്തിലുള്ള ആ ഒരു രൂപം എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു മോഡൽ, അതായത് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഡീലക്സ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡലിൽ ഡ്യുവൽ ഹോൺസും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇത് വിചാരിച്ചു വല്ല ഫോഗ് ലാമ്പ് അങ്ങനെ ആയിരിക്കുന്നു, പക്ഷേ സംഭവം അതല്ല. പിന്നെ ആ ഒരു ബേസ് മോഡലിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മോഡലിലെ മീറ്ററിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ആ ഒരു താഴ്ന്ന മോഡലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. എഞ്ചിൻ സൈഡിലേക്ക് കിടക്കാനായിട്ട് മുമ്പ് ഈ ഒരു വണ്ടിക്ക് മെയിനായിട്ട് വരുന്ന കോമ്പറ്റീഷൻ ഏതൊക്കെ വണ്ടികളാണെന്ന് ഞാൻ പറയാം. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ജാവ കോമ്പറ്റേറ്ററാണ്. പിന്നെ നമുക്ക് ക്ലാസിക് 350നും സ്റ്റാൻഡേർഡ് 350നും പിന്നെ ആ ഒരു സീരീസിൽ 350cc എല്ലാ വണ്ടികളും വെച്ചിട്ട് ഇതിനെ കമ്പയർ ചെയ്യാം. അപ്പോൾ ആ വണ്ടികളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് 3000 RPM 30 Nm ടോർക്കും അതേപോലെ തന്നെ 5500 RPM 21.5 bhp പവറും ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെൻറ്റിലെ ആദ്യത്തെ വണ്ടി തന്നെയാണ് നമ്മുടെ ഹൈനസ് CB 350 എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ പെർഫോമൻസ് ഒരു രക്ഷയില്ല. 348cc ആണ് വരുന്നത്. എയർ കൂൾഡ് എഞ്ചിനാണ്. നെഗറ്റീവ് എന്ന് പറയാൻ മാത്രം എനിക്ക് ഈ ഒരു വണ്ടിയിൽ തപ്പിട്ട് ഒന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ എഞ്ചിൻ സൈഡിൽ നിന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. പിന്നെ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. 5 സ്പീഡ് ഗിയർ ബോക്സ് തന്നെ ധാരാളമാണ്. കാരണം എന്താ വെച്ചാൽ ഇതെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് ആസ്വദിച്ച് ഓടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ആ ഒരു 5 സ്പീഡ് തന്നെ ഈ ഒരു വണ്ടിക്ക് ധാരാളമാണ്. ഇനി അവിടെ നിന്ന് നേരെ നമ്മൾ സീറ്റിൻ്റെ ആ ഒരു ഭാഗമാണ് എടുത്ത് നോക്കാൻ പോകുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സോഫ്റ്റും ഒരുപാട് ഹാർഡായിട്ടുള്ള ഒരു സീറ്റൊന്നുമല്ല, മിഡ് റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ലോങ് ഓടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള തരത്തിലുള്ള ഒരു സീറ്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ഫ്രണ്ടിലിരിക്കുന്ന ആൾക്ക് ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. കുറച്ച് വീതിയുണ്ട്, അതേപോലെ തന്നെ അത്യാവശ്യം നല്ല നീളം കൂടിയിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ ഈ ഒരു സിംഗിൾ സീറ്റ് നിങ്ങൾക്ക് ക്ലാസിക് 350യുടെ ആ ഒരു തരത്തിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഹോണ്ട ചെയ്യുന്നുണ്ട്. ബാക്കിലത്തെ സീറ്റിനെ കുറിച്ച് പറയാൻ വെച്ചാൽ നല്ല വീതിയുണ്ട്, അതേപോലെ തന്നെ നല്ല നീളം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു നീളം പോരാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് സീറ്റിൻ്റെ ആ ഒരു നീളം കൂട്ടാം. പിന്നെ ഇതിന് ഗ്രാബ് റെയിൽ എന്ന് പറയാൻ മാത്രം എനിക്ക് കണ്ടില്ല. ഇതിൽ നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ മാത്രം സ്പേസും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ ഒരു പ്രശ്നമില്ല എന്ന് മാത്രമാണ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ലഗേജൊക്കെ ഹുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സംഭവം ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് റെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു തരത്തിലാണ്, ഒരുപാട് സീറ്റിൽ നിന്ന് പൊങ്ങി നിൽക്കുന്ന തരത്തിലല്ല. പിന്നെ തുരുമ്പ് വന്ന് ഈ ഒരു ബോൾട്ടിൻ്റെ അവിടെ നിന്ന് പൊട്ടി പോണ തരത്തിലല്ല. അപ്പോൾ ഇത് ഞാൻ വേറൊരു വണ്ടീനെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഗ്രാബ് റെയിലിൻ്റെ ഭാഗത്ത് എനിക്ക് ഫീൽ ചെയ്തില്ല. അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസും കൂടെ ഇതിൻ്റെ അടിയിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സീറ്റ് ഹൈറ്റിനെ കുറിച്ച് പറയാൻ വെച്ചാൽ, അതായത് എത്ര ഹൈറ്റ് ഉള്ളവർക്ക് വരെ ഈ ഒരു വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ വെച്ചാൽ, എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 5.5 ആണ്. എൻ്റെ ഈ ഒരു ഹൈറ്റ് വെച്ചിട്ട് വേണ്ട. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് ഹൈറ്റ് കുറവാണെന്ന് വെച്ചാൽ മസ്റ്റായിട്ട് ഒന്ന് ടെസ്റ്റ് ആയി പിടിച്ച് നോക്കാം. കുറച്ച് സീറ്റ് ഹൈറ്റ് ഉള്ള പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹെവിയാണ്. ഏകദേശം 150 കിലോഗ്രാമോളം ഭാരമുണ്ട്. പക്ഷേ ഒരിക്കലും ഇത് നമ്മളിങ്ങനെ സ്റ്റാൻഡിൽ നിന്ന് എണീപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ഓടിക്കുമ്പോഴോ അത്തരത്തിലുള്ള ഒരു ഹെവി ആയിട്ടുള്ള ഒരു ബൈക്ക് പോലെ ഇത് ഫീൽ ചെയ്യില്ല. പിന്നെ വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഒരുപാട് ഹൈറ്റ് ഉള്ളവരാണ്, ഒരുപാട് വണ്ണുള്ളവർ കാണിച്ചാലും അത്യാവശ്യം വേണ്ട പോലെ തന്നെ കാല് ഹോൾഡ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. ചെറിയൊരു ടാങ്ക് പാഡ് വാങ്ങിച്ചൊട്ടിക്കുന്നുണ്ട്. അത് മാത്രമാണ് എനിക്ക് ഈ ഒരു ഭാഗങ്ങളിൽ ചെറിയൊരു നെഗറ്റീവ് ഫീൽ ചെയ്തത്. അല്ലെങ്കിൽ പെട്ടെന്ന് സ്ക്രാച്ച് വരാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മുടെ ഹോണ്ടയിൽ അതും നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ആക്സറീസ് ആയിട്ട് വാങ്ങാം. ഒരുപാട് കാലം ഇങ്ങനെ ടാങ്കിന് മുകളിലേക്ക് തള്ളി നിൽക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു സ്പേസ് കുറവ്, ഒരുപാട് മുട്ടുമടക്കി ഇരിക്കേണ്ട ഒരു അവസ്ഥ, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയുടെ റൈഡിങ് പൊസിഷൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ നമ്മൾ ഇരിക്കാനായിട്ടും കുറച്ച് മുമ്പിലേക്കായിട്ടാണ് ഇതിൻ്റെ ഫുഡ് റെസ്റ്റ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാടൊക്കെ ദൂരം ട്രാവൽ ചെയ്യണവർക്ക് പക്ക റിലാക്സ് ആയിട്ടാണ് ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് പറ്റും. ഓൾറെഡി നമ്മൾ ടാങ്കിൻ്റെ ഡിസൈനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. ഈ ഒരു ലുക്ക് പോലെ തന്നെ 15 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുണ്ട്. 35 മുതൽ 43 ഇടയിലാണ് കമ്പനി വണ്ടിക്ക് മൈലേജ് അവകാശപ്പെടുന്നത്. ഏകദേശം ഒരു 38-40 ആ ഒരു റേഞ്ചിൽ വണ്ടിക്ക് മൈലേജ് അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് മീറ്ററിൻ്റെ ആ ഒരു ഭാഗം കൂടെ നോക്കാം. ഈ ഒരു വലിപ്പം നിങ്ങൾ നോക്കണ്ട, ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് ഉള്ള ഒരു മീറ്ററും കൂടിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വാണിംഗ് ലാബുകളും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ടി എന്ന് പറയുന്നത് ട്രാക്ഷൻ കൺട്രോളിനെയാണ് ശരിക്കും സൂചിപ്പിക്കുന്നത്. അതായത് ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആദ്യത്തെ ട്രാക്ഷൻ കൺട്രോളോട് കൂടിയിട്ടുള്ള വണ്ടിയാണ് നമ്മുടെ ഈ ഒരു ഹൈനസ് 350 എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി വരുമ്പോൾ നമുക്ക് ഇവിടെയാണ് സ്പീഡ് കാണിക്കുക. സ്പീഡിന് വേണ്ടിയിട്ട് ഒരു അനലോഗ് മീറ്ററാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ചെറിയൊരു ഡിജിറ്റൽ മീറ്ററിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ മുകളിൽ കാണാനാണ് ഫ്യൂൽ ഗേജ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ലൈവായിട്ട് നമുക്ക് ബാറ്ററിയുടെ വോൾട്ടും കാര്യങ്ങളൊക്കെ കാണിക്കും. പിന്നെ ഇവിടെ
ടൈമും വന്നിട്ടുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ കിലോമീറ്റേഴ്സ് ഓഡോമീറ്റർ ആണ്. ഇപ്പുറത്തെ ട്രിപ്പ് എ, ട്രിപ്പ് ബി, പിന്നെ ആവറേജ് മൈലേജിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ. അതായത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ ടൈം മൈലേജ് ആണ്. പിന്നെ ഇവിടെ ആവറേജ് മൈലേജ് കാണിക്കും, അതേപോലെ തന്നെ ടാങ്ക് റേഞ്ച് കാണിക്കും. ഇതിന് പുറമെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഇപ്പോൾ നമ്മുടെ ഹോണ്ടയുടെ ആപ്പ് ഉപയോഗിച്ചിട്ട് നാവിഗേഷൻ അത്തരത്തിലുള്ള സെറ്റപ്പും കൂടെ ഈ ഒരു ഇതിൽ മീറ്ററിൽ അറിയാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു USB ചാർജറും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. അഡ്വാൻസ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിലെ തന്നെ ഏറ്റവും നല്ലൊരു മീറ്ററാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് നേരെ ഹാൻഡിലിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വൈഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കൂട്ടണമെങ്കിൽ കൂട്ടാട്ടോ, ഒന്നും കൂടെ ഒന്ന് റിലാക്സ് ആക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യത്യാസം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യും. പിന്നെ സ്വിച്ച് ഓൾ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. നമുക്ക് എഞ്ചിൻ കിൽ സ്വിച്ച് വന്നിട്ടുണ്ട്. ആ ഒരു സ്വിച്ചിൽ തന്നെയാണ് ശരിക്കും സെൽഫ് സ്റ്റാർട്ട് വന്നിട്ടുള്ളത്. തൊട്ട് താഴെ ഹസാർഡ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഡിമ്മ്, അതേപോലെ തന്നെ ബ്രൈറ്റ്, പാസ്, അത്തരത്തിലുള്ള 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പിന്നെ ഇവിടെ ഡയൽസ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഡയൽസ് ഉപയോഗിച്ചിട്ട് മീറ്ററിലത്തെ ഓപ്ഷൻസ്, അതായത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തതിന് ശേഷമുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ഹോൺ എന്ന് പറയുന്നത് നമ്മുടെ MT-15 കണ്ട പോലെ തന്നെ മേളിലേക്കായിട്ടാണ് നിൽക്കുന്നത്. അതിന് താഴേക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബാസുള്ളൊരു ഹോൺ തന്നെയാണ് കേട്ടോ. ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഇറങ്ങിയവരാണോ. പിന്നെ മിറർ എന്ന് പറയുന്നത് ഇതാണ്. അത്യാവശ്യം നല്ല വലിപ്പം കൂടിയിട്ടുള്ള ഒരു മിററാണോ എന്ന് ചോദിക്കാൻ വെച്ചാൽ ഒരു ആവറേജ് സൈസ് എന്നാണ് പറയാൻ പറ്റുക. പക്ഷേ ഇതിൽ തന്നെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ബാക്കിലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ വരയ്ക്കാത്ത മിറർ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മിററാണ് ഇതിൽ വന്നിട്ടുള്ളത്. നമുക്ക് സെൻട്രൽ സ്റ്റാൻഡ് വന്നിട്ടുണ്ട്. ഈ ഒരു വണ്ടിയുടെ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്തിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു മോഡലും കൂടിയാണ് ഇത് എന്ന് പറയുന്നത്. ഏതൊരു ദുർഘടം പിടിച്ച പാത എന്നൊക്കെ പറയില്ല, അങ്ങനെ പോയാലും അടിഭാഗം അല്ലെങ്കിൽ ഇപ്പോൾ സൈലൻസറിൻ്റെ ഭാഗം എന്ന് പറയാത്ത രീതിയിൽ 165 mm അതിന് ഗ്രൗണ്ട് ക്ലിയറൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളിലും ആ ഒരു പെർഫെക്ഷൻ ഹോണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ 181 കിലോഗ്രാമോളം ഭാരമുള്ള ഒരു വണ്ടിയാണിത്. പിന്നെ ഓടിക്കുമ്പോൾ ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യണില്ല. പക്ഷേ നല്ലൊരു സ്പീഡിൽ ആ ഒരു സ്റ്റെബിലിറ്റി വണ്ടിയുടെ ഭാഗത്തുനിന്ന് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. പിന്നെ അത്രയും വെയിറ്റ് കൂടിയുള്ള ഒരു വണ്ടീനെ ഇത് ബ്രേക്ക് പിടിച്ച് നിർത്താൻ പറ്റുമോ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ആണ് ഇതിൻ്റെ എന്ന് ചോദിക്കാൻ വെച്ചാൽ ഒരു ഡൗട്ടും വേണ്ട. ഫ്രണ്ടിൽ നമുക്ക് 310 mm ഡിസ്ക് ബ്രേക്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് 240 mm ഡിസ്ക് ബ്രേക്കും വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡുവൽ ചാനൽ ABS ആണ്. ട്രാക്ഷൻ കൺട്രോളിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് റണ്ണിങ്ങിൽ പറയാം. സേഫ്റ്റിയിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടില്ല. ഇതിന് മുമ്പ് എനിക്ക് തോന്നിയേക്കണത് നമ്മുടെ TVSൻ്റെ 200 4V ആണെന്നു ഇത്രയും സേഫ്റ്റിയുള്ള ഒരു വണ്ടിയൊക്കെ ഇറക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലും ഒരു പടിയെന്നൊന്നും പറയാൻ പറ്റില്ല. ഏറ്റവും മുമ്പിൽ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ പ്രധാന. ബ്രേക്കിൻ്റെ ഭാഗം പറഞ്ഞ സ്ഥിതിക്ക് വീലിൻ്റെ ആ ഒരു ഭാഗം കൂടെ നോക്കാം. നമുക്ക് ഇതിൽ സ്പോക്ക് വീല് പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള അലോയ് വീലാണ് വന്നിട്ടുള്ളത്. ട്യൂബ്ലെസ് ടയേഴ്സും കൂടിയാണ്. 190 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത്യാവശ്യം നല്ല സൈസ് കൂടിയിട്ടുള്ള 19 ഇഞ്ചിൻ്റെ അലോയ്സോട് കൂടിയിട്ടുള്ള ടയറാണ് നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. ഇനി അവിടെ നിന്ന് നേരെ ബാക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് 18 ഇഞ്ചാണ് അലോയ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ക്രോം കട്ടിങ് കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല. പക്ഷേ നല്ലൊരു ഭംഗി തന്നെയാണ് ശരിക്കും അകലേന്നൊക്കെ നോക്കുന്ന സമയത്ത് അലോയ് വീലിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യുന്നത്. 130-70 ടയറിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഗ്രിപ്പിംഗ് ഉള്ള ഒരു ടയറാണ്. ഗ്രിപ്പിംഗ് മാത്രമല്ല ഒരു രക്ഷയില്ലാത്തൊരു കോൺഫിഡൻസ് ആണ് ശരിക്കും കോർണറൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വീലിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള ഒരു എഞ്ചിൻ കാണുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മുടെ ചിന്ത പോകുന്നത് നമ്മുടെ വണ്ടിയുടെ എക്സിസ്റ്റ് നോട്ടിലേക്ക് ആയിരിക്കും. അതായത് ഈ ഒരു മോഡലിൽ ഇനി തമ്പിങ് സൗണ്ടോട് കൂടിയിട്ടുള്ള ഒരു എഞ്ചിൻ ആണോ എന്ന് ചോദിക്കാൻ വെച്ചാൽ അത് നിങ്ങൾ കേട്ട് നോക്കിക്കോ. ഏറെക്കുറെ ആ ഒരു ഡൗട്ടിനും തീരുമാനമായി തന്നെ ഞാൻ വിചാരിക്കണം. ഒരു രക്ഷയില്ലാട്ട് ഒരു 60 സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് എന്തിട്ട് പറയാം, നമ്മുടെ ബുള്ളറ്റിലൊക്കെ കസ്റ്റമായിട്ടുള്ള ഒരു സൈലൻസർ നമ്മൾ കയറ്റില്ലേ, ആ ഒരു തരത്തിലാണ് ഈ ഒരു വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ട് നോക്കാം കേട്ടോ. കുറേ കാര്യങ്ങൾ വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. ഫസ്റ്റത്തെ ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഈ ഒരു മോഡലിൽ നമുക്ക് സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമാണ് വണ്ടി സ്റ്റാർട്ട് ആവുക. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഹാൻഡിൽ നിങ്ങൾക്ക് ഉയർത്തണമെങ്കിൽ നിർത്താന്ന്. അല്ലാണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് കറക്റ്റ് കൈയും കാര്യങ്ങളൊക്കെ നിവർന്നിരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഹാൻഡിൽമേ പിടിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അവിടെയുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കാലിന് ഈ ഒരു സൈസുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് കുറച്ചങ്ങോട്ട് ബാക്കോട്ട് ഇറങ്ങിയിട്ടാണ്. ആ ഒരു ബുദ്ധിമുട്ട് മാത്രം ചെറുതായിട്ട് ആ ഒരു ഭാഗത്തുനിന്ന് ഫീൽ ചെയ്തു. അതായത് നമ്മുടെ കാലിൻ്റെ ആ ഒരു പൊസിഷനിൽ ശരിക്കും ആ ഒരു തമ്പ് നിങ്ങൾക്ക് എത്രമാത്രം ഈ ഒരു ക്യാമറയിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ നോർമലായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ ഒരു സൗണ്ട് ഇതിന് വന്നിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ എക്സസ്റ്റ് കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയിൽ കയറ്റേണ്ടതായിട്ടില്ല. രണ്ടാമത്തെ ഗിയറിൽ അങ്ങനെ നമ്മൾ എടുത്ത് കൊണ്ടുപോകണ പോലത്തെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അതേപോലെ തന്നെ സംഭവം ടോർക്കാണ്. നമുക്ക് ഒരുപാട് ഗിയർ ചേഞ്ച് കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയിൽ ചെയ്യേണ്ടതായിട്ടില്ല. അയ്യോ ബുള്ളറ്റ്. പിന്നെ സസ്പെൻഷൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഫ്രണ്ട് സോഫ്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. ബാക്കിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള പോലെ തന്നെ
ഒരു മിഡ് റേഞ്ചിൽ. ബ്രേക്കിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണ് കേട്ടോ. പിന്നെ ഏതൊരു ചരൽ നിറഞ്ഞിട്ടുള്ള റോഡിലാണെച്ചാലും നമ്മൾ ആ ഒരു ത്രോട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു ഇനീഷ്യൽ പവറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ബാക്ക് ടയർ സ്പിന്നായി പോകുന്നുള്ള ഒരു പേടി നിങ്ങൾക്ക് വേണ്ട. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ട്രാക്ഷൻ കൺട്രോൾ വന്നിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരു ഭാരം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു ചരൽ പോലത്തെ സ്ഥലത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഇത്തിരി ഒരു ഓഫ് റോഡിൽ നമ്മൾ പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ബാക്ക് വീൽ സ്പിന്നാവണതായിട്ട് കണ്ടിട്ടുണ്ടാവും. ആ ഒരു പ്രശ്നത്തിലില്ല. അതായത് ബാക്ക് വീൽ സ്പിന്നായി പോയിട്ടുള്ള അപകട സാധ്യത അതുമൂലം കുറയും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ട്രാക്ഷൻ കൺട്രോൾ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ഓഫ് ആക്കണമെങ്കിൽ ഓഫാക്കാം. അത്തരത്തിലുള്ള ഒരു ഓപ്ഷനും കൂടി ഇതിൽ വന്നിട്ടുണ്ട്. സ്വിച്ചബിൾ ആയിട്ടുള്ള ഒരു ട്രാക്ഷൻ കൺട്രോളാണ് ഈ ഒരു വണ്ടിയുടെ എന്ന് പറയുന്നത്. ABS സ്വിച്ചബിൾ ആണെന്ന് ചോദിക്കാൻ വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഞാൻ ഈ ഒരു വണ്ടിയിൽ കണ്ടില്ല. പിന്നെ ഈ ഒരു വണ്ടി കൊണ്ട് ഓഫ് റോഡ് പോകുന്നത് ചെറിയ തരത്തിലുള്ള ഒരു മണ്ടത്തരമാണ്. ഇത് ശരിക്കും ഹൈവേയിൽ ഇങ്ങനെ ക്രൂസ് ചെയ്ത് കൊണ്ടുനടക്കാനായിരിക്കും ഒന്നും കൂടെ ഒരു സുഖം എന്ന് പറയണത്. പിന്നെ ടോപ്പ് ആൻഡ് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ എന്തോരം ഉണ്ടെന്ന് ചോദിക്കാൻ വെച്ചാൽ അതിനെ കുറിച്ചിട്ട് ഞാൻ കാര്യമായിട്ടൊന്നും പറയണമെന്നില്ല. ഈ ഒരു ഹോണും ഇൻഡിക്കേറ്ററും ഇതിന് മുമ്പ് എനിക്ക് MT-യിലാണ് ഇങ്ങനെ തെറ്റിപ്പോയിട്ടുള്ളത്. ഈ ഒരു മോഡലിൽ അങ്ങനെയൊക്കെ തന്നെ 80 കയറാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഗിയർ വരെ മതി കേട്ടോ. എടുത്ത് പറയേണ്ട കാര്യങ്ങൾ, അതായത് നിങ്ങളെ വിചാരിച്ചിട്ട് എന്താ ഞാൻ ഇതിനെ കുറിച്ചിട്ട് പറയാത്തത്, വണ്ടിയുടെ റിഫൈൻമെൻറ്റിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഹോണ്ടയുടെ വണ്ടികൾ മുമ്പ് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അല്ലാത്തവർ ഇനി ചിലപ്പോൾ തള്ളാന്നൊക്കെ പറയും. അമ്മാതിരി സ്മൂത്ത് ആയിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. വൈബ്രേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഈ ഒരു വണ്ടിയുടെ അടുത്തുകൂടെ പോയിട്ടില്ല എന്ന് പറയാം. അമ്മാതിരി റിഫൈൻമെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ് എനിക്ക് ഇൻട്രസെപ്റ്ററിലും കോണ്ടിനെൻ്റൽ GT-യിലൊക്കെയാണ് ശരിക്കും കാണാൻ പറ്റിയിട്ടുള്ളത്. അത്രയും CC കൂടിയുള്ള ആ സിലിണ്ടർ ബൈക്കുകളിൽ സിംഗിൾ സിലിണ്ടർ വണ്ടിയാണോ എന്ന് ചിലപ്പോൾ ഡൗട്ട് തോന്നിയെന്ന് വരാം. അത്ര സ്മൂത്താണ് ഇതിൻ്റെ എഞ്ചിൻ പെർഫോമൻസ്. ഇങ്ങനെ ഞാൻ വലിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 60, 70, 80 സ്പീഡിലാണ് ഞാൻ ഇപ്പോൾ തേർഡ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. വൈബ്രേഷൻ എൻ്റെ കാലിൻ്റെ ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൻ്റെ ഭാഗത്തേക്കൊന്നും ഒരു തരി പോലും ഫീൽ ചെയ്യണില്ല. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം റിവ്യൂ ചെയ്ത സമയത്ത് ആ ഒരു ബൈക്കിൽ ചെറിയ തരത്തിലൊരു 80 മേലെ വൈബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല. ഫുഡ് പെഗിൻ്റെ അവിടെ നിന്ന് വരെ വൈബ്രേഷൻസ് അത്രമാത്രം ഫീൽ ചെയ്യണില്ല എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം. നമ്മുടെ ഈ ഒരു റോഡുകളുടെ അവസ്ഥ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു റേഞ്ചിൽ ഞാൻ വേറെ ഒറ്റ വണ്ടികളായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുന്നില്ല. ഞാൻ ഓടിച്ചതിൽ വെച്ചിട്ട് അത്യാവശ്യം എന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഈ ഒരു 350cc കപ്പാസിറ്റി വെച്ചിട്ട് പിന്നെ അത്രമാത്രം ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വണ്ടിയാണെങ്കിൽ നമുക്കൊരു 50 ഗിയറിൽ 25 സ്പീഡിലൊന്നും പോകാനൊന്നും പറ്റുന്നില്ല. ചെറുതായിട്ട് ചെയിനൊക്കെ അടിക്കുന്നുണ്ട്. ഒരു 40-50 ഒക്കെയാണ് ശരിക്കും ഒരു കംഫർട്ട് തരുന്ന ഈ ഒരു വണ്ടിയുടെ സ്പീഡ് എന്ന് പറയുന്നത്. 50, 60, 70, 80 ആ ഒരു സ്പീഡുകളിലൊന്നും എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല ടോർക്ക് ആയതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു പോണ സ്പീഡിൽ നിന്ന് തന്നെ വണ്ടി എടുത്ത് പോകാനായിട്ട് പറ്റുന്നുണ്ട്. ഒരുപാട് ഇങ്ങനെ ഒരു സിറ്റിയിലത് ഇപ്പോൾ ഈ കാണുന്ന പോലത്തെ ഒരു ബ്ലോക്കിലൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ക്ലച്ച് വരലോൾക്ക് പണി തരുമെന്ന് ചോദിക്കാന്ന് വെച്ചാൽ അതാണ് ഞെട്ടിപ്പിച്ച വേറൊരു കാര്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്ലച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇപ്പോൾ പറയാം, നമ്മൾ ഈ റബ്ബർ ബാൻഡൊക്കെ വലിക്കില്ലേ, അമ്മാതിരി ഒരു ഫീലാണ് ശരിക്കും തരുന്നത്. അത്ര സ്മൂത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ ഏത് വണ്ടീനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യാൻ ഒരു വണ്ടിയില്ല. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന ആ ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇതിന് മുമ്പ് വണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം അത്ര സോഫ്റ്റ് ആണെന്ന്. പക്ഷേ ഇതും ഈ ഒരു സെഗ്മെൻറ്റിലത്തെ ആദ്യത്തെ വണ്ടിയാണെന്ന് തോന്നുന്നു. ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സ്ലിപ്പർ ക്ലച്ചും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ബാക്ക് വീൽ ഇപ്പോൾ സഡനായിട്ട് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡൗൺ ചെയ്യുന്ന സമയത്ത് ബാക്ക് വീൽ ലോക്ക് ആവാണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ സ്ലിപ്പർ ക്ലച്ചും കൂടെ ഈ ഒരു മോഡലിൽ വന്നിട്ടുണ്ട്. ക്ലച്ചിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ ഷോറൂമിൽ വെറുതെ ഇതൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും കണ്ടോ. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ക്ലച്ച്, അതേപോലെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ്. ശരിക്കും നമുക്ക് ആ ഒരു ഇടുമ്പോഴുള്ള ആ ഒരു ഫീലൊക്കെ കാലിൻ്റെ ഭാഗത്തുനിന്ന് ശരിക്കും ഫീൽ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്, സ്റ്റാർട്ടിങ്ങിലെ ലാഡയിലാണ് പറഞ്ഞത്. പക്കാ സേഫ്റ്റി പറഞ്ഞാൽ എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന്. എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു 2,30,000 രൂപയുടെ താഴെ ഈ ഒരു തരത്തിലുള്ള വണ്ടികൾ ആഗ്രഹിക്കണവർക്ക് പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് തന്നെയാണ് നമ്മുടെ ഹൈനസ് 350 CB 350 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡൽ. ഇതിൻ്റെ ആ ഒരു തമ്പിങ് സൗണ്ട് ഉണ്ട്. ഒരു 60-70 സ്പീഡിൽ പോകുമ്പോഴാണ് ശരിക്കും അത് ഫീൽ ചെയ്യാൻ കേട്ടോ. ആ ഒരു ബുള്ളറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ആ ഒരു ഫീല് ശരിക്കും ഈ ഒരു വണ്ടിക്ക് തരാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആ ഒരു വൈബ്രേഷൻ, ആ ഒരു മസാജിങ് മാത്രം ഈ ഒരു വണ്ടിക്ക് വന്നിട്ടില്ല. പിന്നെ ആ ഒരു വളവിൽ ഞാൻ കോർണർ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അത്ര ഹെവി ആയിട്ടുള്ള ഒരു വണ്ടി പോലെ നിങ്ങൾക്ക് ഒരിക്കലും ഇത് ഫീൽ ചെയ്യില്ല. വളരെ സിമ്പിളായിട്ട് കേട്ടോ. അതായത് ഇങ്ങനെ 6 ആയൊക്കെ അടിച്ചു പോകാൻ വേറെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ക നല്ല രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് ആ ഒരു വീലിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അത് മാത്രമല്ല വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഒരു രക്ഷയില്ല. 5th ഗിയറിൽ നമുക്ക് ഇനി എത്ര സ്ലോയിൽ ഈ ഒരു വണ്ടി കൊണ്ടുനടക്കാൻ പറ്റും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും 40 സ്പീഡിലാണ് പോണത്. ചെറുതായിട്ട് ചെയിൻ്റെ ഭാഗത്തുനിന്നുള്ള ആ ഒരു അടി കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. 40 വരെ, അതിന് താഴേക്ക് നമുക്ക് ടോപ്പ് ഗിയറിൽ പോകാനായിട്ട് പറ്റില്ല. 4ാമത്തെ ഗിയറിൽ കയറി പോകുന്നുണ്ട്, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഫീൽ ചെയ്യണമെന്നില്ല. പിന്നെ അതിൻ്റെ ടോപ്പിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ചെക്ക് ചെയ്യണമെന്നില്ല. സെക്കൻഡ് ഗിയറിൽ 80-90 കയറും, അത് മാത്രം ഞാൻ പറയാം. ബാക്കി വീണ്ടും 3 ഗിയറുകൾ ബാക്കി കിടക്കാൻ.
ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ ടി വി എസിലൊക്കെയാണ് ഇത്രയും ഒരു അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള മോഡൽസ് ഞാൻ കാണുന്നത്. സ്റ്റിക്കർ വർക്ക് മാത്രമല്ല, കുറേ വർഷങ്ങളായിട്ട് അപ്ഡേഷൻസ് ഒന്നും കൊണ്ടുവരുന്നില്ല. ആ ഒരു വിഷമം മൊത്തം ഈ ഒരു വണ്ടിയിൽ തീർത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. സേഫ്റ്റിയുടെ കാര്യത്തിൽ, പെർഫോമൻസിൻ്റെ കാര്യത്തിൽ, റൈഡിങ് കംഫർട്ടിൻ്റെ കാര്യത്തിൽ 2,20,000 അല്ലെങ്കിൽ ഒരു 30,000 രൂപയുടെ താഴെ ഏത് വണ്ടിയുള്ളതെന്ന് ചോദിക്കാൻ വെച്ചാൽ ഒരു ഡൗട്ടും ഇല്ല. നിങ്ങൾ നേരെ പോകാൻ വണ്ടി എടുക്കുക. 2,27,000 രൂപയോളാണ്. ഇതിൻ്റെ തന്നെ താഴെയുള്ള മോഡലിന് 2,20,000 പ്രൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ വായിച്ച സമയത്ത് വണ്ടി ഇറങ്ങാനായിട്ട് മുമ്പ് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-3.5 ലക്ഷം രൂപ ഈ ഒരു വണ്ടിക്ക് അവർ പ്രൈസ് ടാഗ് കൊണ്ടുവന്നതാണ്. പക്ഷേ ആ ഒരു കാര്യത്തിലും ഹോണ്ട നമ്മളെ ഞെട്ടിച്ചുകൂടാ. പിന്നെ ഇതിൻ്റെ മീറ്ററിൽ കാണിക്കാൻ പറഞ്ഞ വേറൊരു കേസ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ലൈവായിട്ട് ഇതിൻ്റെ ആ ഒരു ബാറ്ററി വോൾട്ടേജും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ച് ബാറ്ററി വോൾട്ടേജിൽ വരുന്ന വ്യത്യാസങ്ങളാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഒരു 30,000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപ ഒക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഹെൽമെറ്റിലൊക്കെ കൂളിങ്ങിനും വീഡിയോ എടുക്കാൻ വരെ പാകത്തിനുള്ള സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഹോണ്ടയുടെ കമ്പനിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 6 മാസം അല്ലെങ്കിൽ 6,000 കിലോമീറ്റർ വരെയാണ്. ഒരു 2,000 മുതൽ 3,500 ഇടയിൽ മാത്രമാണ് ഇതിന് സർവീസ് കോസ്റ്റ് വന്നിട്ടുള്ളത്. അത്രമാത്രം കൂടുതലുള്ള ഒരു സർവീസ് കോസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ വാറണ്ടി എന്ന് പറയേണ്ടത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അതായത് 6 വർഷം അല്ലെങ്കിൽ 72,000 കിലോമീറ്റർ വരെ വണ്ടിയുടെ എല്ലാ പാർട്സിനും, എഞ്ചിൻ മുതൽ എല്ലാത്തിനും വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെന്റിൽ പുതിയതായിട്ടുള്ള ഒരു കാര്യമാണെന്ന്. പിന്നെ ഏകദേശം 6ഓളം കളർ വേരിയേഷൻസ് കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു പ്രോയില് ഡ്യുവൽ ടോണിൽ 3 കളറും മറ്റേതിൽ സിംഗിൾ ടോണിൽ 3 കളറും വെച്ചിട്ടാണ് ഇതിന്റെ കളർ വേരിയന്റുകളൊക്കെ വന്നിട്ടുള്ളത്. ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഹൈനസ് 350യുടെ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.